പരുന്തുംപാറയിലുണ്ടായ നടപടി എല്ലായിടത്തും ആവർത്തിക്കുമെന്ന് മന്ത്രി കെ രാജൻ മറുപടി പറഞ്ഞു. കുടിയേറ്റക്കാരായ ധാരാളമായി മനുഷ്യരുണ്ട്. ആ മനുഷ്യരിൽ അർഹതപ്പെട്ട ആളുകളുണ്ട്. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട അങ്ങനെ അർഹതപ്പെട്ട ആളുകൾക്ക് പൂർണ്ണമായി പട്ടയം നൽകണം എന്നാണ് ഈ ഗവൺമെന്റിന്റെ അഭിപ്രായം. ഏതെങ്കിലും വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ സ്വാധീനങ്ങൾക്ക് വശപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സർവേ മാറ്റിക്കൊടുക്കുകയോ ഭൂമി തെറ്റായി തന്റെ പേര് കൊടുക്കുകയോ ചെയ്താൽ അത്തരം ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിന്റെ റവന്യൂ വകുപ്പിന്റെ ലിസ്റ്റിലുണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും അങ്ങേക്ക് വേണ്ട. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. കയ്യേറ്റത്തിന്റെ പിന്നിൽ ആരാണെങ്കിലും അതിന്റെ മുഖം ഈ ഗവൺമെന്റ് നോക്കില്ല. ചക്രമുടിയിൽ നാം അത് കണ്ടു. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങളുമായുള്ളത്. അമൽ, പരുന്തുംപാറ കയ്യേറ്റം ഇന്ന് നിയമസഭയിൽ ശക്തമായൊരു വിഷയമായി വന്നു. ഇക്കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സഭാതലത്തിൽ ഉയർന്നത്? അഭിലാഷ്, ഈ സഭാ സമ്മേളനത്തിൽ തന്നെ മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന പരുന്തുംപാറ ഭൂമികയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാകുന്നത് രണ്ടാം തവണയാണ്. നേരത്തെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ ഈ വിഷയം ഒരു വട്ടം ചർച്ചയായതാണ്. അന്ന് ഈ വാഴൂർ സോമൻ MLA-യും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിയും തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നത പുറത്തു വരികയും ചെയ്തു. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണെന്ന് വാഴൂർ സോമൻ MLA ഉന്നയിച്ചത്. അതിന്റെ തുടർച്ചയെന്നോണം ഇന്നിപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഈ വിഷയം അവതരിപ്പിക്കാനുള്ള തീരുമാനമായിരുന്നു പ്രതിപക്ഷത്തിൻ്റേത്. മാത്യു കുഴൽനാടൻ MLA ആണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ചത്. കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും വേർതിരിച്ച് കാണാതെ അവിടുത്തെ കർഷകരെ ബുദ്ധിമുട്ടിലാക്കി കയ്യേറ്റക്കാർക്ക് സഹായം ചെയ്യുന്ന നിലപാടാണ് സർക്കാരിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു മാത്യുവിൻ്റെ പ്രധാനപ്പെട്ട വിമർശനം. റവന്യൂ മന്ത്രി ഇക്കാര്യത്തിൽ മറുപടി നൽകി. 15 ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അവിടെ കൃത്യമായി തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചു. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. എന്ത് നടപടിയാണോ പരുന്തുംപാറയിൽ സ്വീകരിച്ചത് അതിന് സമാനമായി തന്നെയുള്ള നടപടി എല്ലായിടങ്ങളിലും ഇടുക്കിയിലെ എല്ലാ കയ്യേറ്റങ്ങൾക്കും എതിരെയും അത്തരം നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യവും മന്ത്രിസഭയെ അറിയിച്ചു. പ്രതിപക്ഷ നേതാവും റവന്യൂ വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. കുടിയേറ്റക്കാരെ സംരക്ഷിക്കാതെ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു എന്ന കാര്യം പ്രതിപക്ഷ നേതാവും ആവർത്തിച്ചു. നിലവിൽ ഇടുക്കി പാക്കേജ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് ഇടുക്കിയിൽ നിന്നും ആളുകളെ പാക്ക് ചെയ്യുന്നതിനുള്ള പാക്കേജാണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചത്. എന്തായാലും മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയും ചെയ്തു. ഇപ്പോൾ സഭയിൽ ബജറ്റിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്.